السلام عليكم ورحمة الله وبركاته. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സത്യവിശ്വാസികളെ, എൻ്റെ ഈ ക്ലിപ്പുകൾ കേൾക്കുന്ന നല്ലവരായ ശ്രോതാക്കളെ, നമ്മുടെ ഇന്നത്തെ വിഷയം ദ എപ്പിസ്റ്റമോളജി, വിജ്ഞാനശാസ്ത്രം. എല്ലാ മതങ്ങൾക്കും പ്രത്യയശാസ്ത്രങ്ങൾക്കും തത്വശാസ്ത്രങ്ങൾക്കും അതിൻ്റെതായ എപ്പിസ്റ്റമോളജി ഉണ്ട്. അപ്പം നമ്മളെ പൊതുവെ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ എന്താണ് വിജ്ഞാനത്തിൻ്റെ സ്രോതസ്സ്, ഏതൊക്കെ വിഷയങ്ങൾ വിജ്ഞാനമായിട്ട് കാണാം, ഏതൊക്കെ മേഖലയിലൂടെ ലഭ്യമാകുന്ന കാര്യങ്ങൾ വിജ്ഞാനമാണ്, എന്നാലേ നമുക്ക് വിജ്ഞാനം കരസ്ഥമാക്കാൻ സാധിക്കുമല്ലോ. മൊത്തത്തിൽ ഭൗതികമായ വിജ്ഞാനം എന്ന് പറയുന്നത് അത് സ്വാഭാവികമായും നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ, നമ്മുടെ ഇൻ്റലിജൻസ്, ഇൻറ്റ്യൂഷൻ, നമ്മുടെ ബുദ്ധി, നമ്മുടെ അന്തർലീനമായിട്ടുള്ള ചിന്ത, ഇതൊക്കെയാണ് അതിൻ്റെ വശങ്ങൾ, അതിൻ്റെ ഭാഗങ്ങൾ. ഇസ്ലാമിൽ 4 കാര്യം പറയുന്നത്, 4 ഇസ്ലാമിക് എപ്പിസ്റ്റമോളജിയിൽ, ഇസ്ലാമിക് വിജ്ഞാന തത്വശാസ്ത്രത്തിൽ 4 വഴിയിലൂടെയാണ് വിജ്ഞാനം കരസ്ഥമാക്കുന്നത്. ഒന്ന്, ഒരു മനുഷ്യൻ അവൻ്റെ പഞ്ചേന്ദ്രിയത്തിൽ അവൻ ലഭിക്കുന്ന വിജ്ഞാനം, അത് വിജ്ഞാനമാണ്. അവൻ്റെ ഇൻറ്റ്യൂഷൻ, അന്തർലീനമായിട്ടുള്ള അവൻ്റെ ചിന്തയിൽ നിന്നും ഉത്ഭവിക്കുന്ന വിജ്ഞാനം, അതും ഇസ്ലാം വിജ്ഞാനമായി കാണുന്നു. മൂന്നാമത്തത് ഇൻ്റലിജൻസ്, അവൻ്റെ ബുദ്ധിയിൽ നിന്നും ലഭിക്കുന്ന വിജ്ഞാനം. ഇതൊക്കെ ഭൗതികമായ വിജ്ഞാനങ്ങളാണ്. 4-മത്തെ ഒന്നാണ് നമ്മൾ അദൃശ്യജ്ഞാനത്തിലൂടെ ഗൈബിയായിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന വിജ്ഞാനശാഖ, അതാണ് റിവിലേഷൻ. വഹിയിലൂടെ, അതിൻ്റെ സ്രോതസ്സ് വഹിയാണ്, ഡിവൈൻ സ്രോതസ്സാണ്. ആ സ്രോതസ്സിലാണ് നമ്മുടെ വിജയപരാജയം ബന്ധപ്പെട്ട, നമ്മുടെ ജീവിത ലക്ഷ്യം ബന്ധപ്പെട്ട, നമ്മുടെ സ്പിരിച്വൽ ഇൻ്റലിജൻസിൻ്റെ ആഗ്രഹങ്ങളെ, സ്പിരിച്വൽ ഇൻ്റലിജൻസിന് യഥാർത്ഥ രൂപത്തിൽ മറുപടി നൽകുന്ന വിജ്ഞാനശാഖയാണ് ഏത്? റിവിലേഷൻ. ആ റിവിലേഷൻ വ്യത്യസ്ത മതക്കാർ അവരവരുടെ കാഴ്ചപ്പാടുണ്ടാകും. അവർക്ക് എന്താണ്, ഇപ്പോൾ ഹൈന്ദവ വിജ്ഞാനശാഖയിൽ അവർക്ക് ശ്രുതിയും സ്മൃതിയും, ക്രിസ്ത്യൻ അവരുടെ എപ്പിസ്റ്റമോളജിയിൽ അവരുടെ ബൈബിളും മറ്റു വേദഗ്രന്ഥങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ ഓരോ മതക്കാർക്കുമുണ്ട്. ഇസ്ലാമിക കാഴ്ചപ്പാടിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാർക്ക് നൽകുന്ന ആ വഹി ഉണ്ടല്ലോ, അതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് യഥാർത്ഥ വിജ്ഞാനം. നമ്മുടെ ശരിയും തെറ്റും, ധർമ്മവും അധർമ്മവും, വിജയവും പരാജയവും, നമ്മുടെ സാൽവേഷൻ, ആത്യന്തികമായ വിജയം, ഇതുപോലത്തെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന മേഖലയാണ് ഏത്? ഇസ്ലാമിക് എപ്പിസ്റ്റമോളജി, റിവിലേഷൻ. അത് പഠിച്ചില്ലെങ്കിലോ ജീവിത ലക്ഷ്യം തന്നെ തെറ്റിപ്പോകും. എന്തുകൊണ്ട്? അവിടെയാണ് മനുഷ്യന് ജീവിത ലക്ഷ്യം പഠിപ്പിക്കുന്നത്. ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ ജീവിത ലക്ഷ്യം പഠിപ്പിക്കുന്ന വിജ്ഞാനശാഖ. ആ വിജ്ഞാനശാഖ ആരുടെയും അഭിപ്രായമാണോ? അല്ല. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും വമാ യൻതിഖു അനിൽ ഹവ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ, സ്വന്തം ചിന്തക്കനുസരിച്ച്, ഹവ അനുസരിച്ച് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരക്ഷരം പോലും ഉരിയാടുകയില്ല. ചില സന്ദർഭങ്ങൾ, ചില പ്രത്യേക സമയത്ത് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ഗൈഡൻസ് നൽകും. അതേ സ്ഥലത്ത് ധർമാധർമ്മം, ഹിദായത്ത് ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ, പ്രവാചകർക്ക് ഇറങ്ങിയ ഖുർആനും പ്രവാചകർ അല്ലാഹു പഠിപ്പിച്ചു കൊടുത്ത ഹദീസിൽ മാത്രമാണ് ഹിദായത്തുള്ളത്. അപ്പോൾ ആ ഹിദായത്ത് ഒരിക്കലും തെറ്റുപറ്റൂല. ഇറ്റ് വിൽ നെവർ ഗോ റോങ്. അതൊരിക്കലും തെറ്റായി നമുക്ക് പറയാൻ സാധിക്കും. അതുകൊണ്ട് സത്യവിശ്വാസികൾ സമിഅന വ അതഅന, ഞങ്ങൾ കേട്ടു, അനുസരിച്ചു, ആമന്ന വ സദ്ദഖന, ഞങ്ങൾ വിശ്വസിച്ചു, സത്യമാക്കി. അപ്പോൾ അതേ സ്ഥലത്ത് ഈ അടിസ്ഥാനപരമായ വിജ്ഞാന സ്രോതസ്സായ ഡിവൈൻ സ്രോതസ്സ് വഹീനെ നമ്മൾ ഏറ്റവും പെർഫെക്റ്റായി കാണുന്നു.
അതേ സ്ഥലത്ത് മറ്റു 3 വിജ്ഞാന ശാഖകളെയും ഇതിന് ഉപോത്ബലകമായി നമ്മൾ ഉപയോഗപ്പെടുത്തണം. മറ്റ് ഭൗതിക വിജ്ഞാനങ്ങളൊക്കെ ഈ 3 ശാഖയിലാണ്. അപ്പോൾ ഈ സയൻസ് തന്നെ ഈ കാര്യം സയൻസ് പഠിക്കുമ്പോൾ നമുക്ക് പറയാം ഫിസിക്കൽ സയൻസ്, ദ സയൻസ് വിച്ച് റിലേറ്റഡ് ടു ഫിസിക്കൽ തിങ്സ്, ഭൗതിക വസ്തുക്കൾ. അതിൽ കെമിസ്ട്രിയും ബയോളജിയും സുവോളജി എന്തൊക്കെയുണ്ട്, ഭൗതികമായ വസ്തുക്കൾ, ശാസ്ത്ര ബന്ധപ്പെട്ട കാര്യങ്ങൾ. രണ്ടാമത് സോഷ്യൽ സയൻസ്, നമ്മുടെ സംസ്കാരം, ഭാഷ, ആന്ത്രോപോളജി, മനുഷ്യരുടെ വികാസം, പിന്നെ കൊമേഴ്സ്, ആർട്സ്, ഹ്യൂമാനിറ്റി പോലുള്ള വിഷയങ്ങളാണ് എന്ത് സോഷ്യൽ സയൻസ്. മൂന്നാമത്തെ സയൻസാണ് മെറ്റാഫിസിക്സ്, സംതിങ് ബിയോണ്ട് ദ സയൻസ്. അതാണ് വഹി. ഈ അർത്ഥത്തിൽ എന്താണ് വിജ്ഞാനം എന്ന് ശരിക്കും മനസ്സിലാക്കിയിട്ട് വിജ്ഞാനം കരസ്ഥമാക്കണം. അപ്പോഴാണ് ആ വിജ്ഞാനത്തിന് അതിൻ്റേതായ ഗൗരവമുണ്ടാവുകയുള്ളൂ. ആ വിജ്ഞാനം, യഥാർത്ഥ വിജ്ഞാനമായ നാലാമത്തെ സ്രോതസ്സാണ് നമ്മുടെ വിജയപരാജയവും നമ്മുടെ സാൽവേഷൻ, നമ്മുടെ ആത്യന്തിക വിജയവും നമ്മുടെ വിശ്വാസ കാര്യങ്ങളും മറ്റെല്ലാം ഉൾപ്പെട്ട വിജ്ഞാനശാഖ ഏതാണ്? മെറ്റാഫിസിക്സ്, അല്ലെങ്കിൽ വഹിയിൽ ലഭ്യമാകുന്ന വിജ്ഞാനം. ഇൻഷാ അല്ലാഹ് ഈ നിലക്ക് വിജ്ഞാനത്തിൻ്റെ കാറ്റഗറി മനസ്സിലാക്കുക. എല്ലാം കഴിവിൻ്റെ പരമാവധി നമ്മൾ ദീനീ വിജ്ഞാനം കരസ്ഥമായിക്കൊണ്ട് സമിഅന വ അതഅന ആമന്ന വ സ്വദ്ദഖന എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ പ്രതികൂല സാഹചര്യങ്ങളിലൊക്കെ അള്ളാഹുവിൻ്റെ മാത്രമാണ് എൻ്റെ വിജയത്തിലേക്കുള്ള വഴി എന്ന് മനസ്സിലാക്കി ഉറച്ച തീരുമാനത്തിൽ അള്ളാഹുവോട് പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നേറുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.